അപ്പോൾ പിള്ളേരെ നമ്മളൊരു പുതിയ മെഷീനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ സീസറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സീസറിനായിട്ട് കുറച്ച് മെഷീൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ സീസറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ഈ ഡാൻസിങ് കാർ, ഒരു കാറ് നമ്മുടെ കയ്യിൽ എന്തായാലും വേണം, എന്നാലാണ് നമുക്ക് ആ മെഷീൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സീസർ ചോദിക്കേണ്ടത് നമ്മൾക്കൊരു റേസ് അറ്റൻഡ് ചെയ്താലോ, എന്നാൽ നമുക്കൊരു $2,000 കാര്യങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങളും കിട്ടും. അപ്പോൾ അവൻ പ്രത്യേകം പറയുന്നുണ്ട്, ഈ പിള്ളേർ കാണുന്ന പോലത്തെ പിള്ളേരല്ല, കുറച്ച് ടഫാണ്, ഡിഫീറ്റ് ചെയ്യാൻ കുറച്ച് ടഫാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ മെഷീൻ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീസർ ഇതേ നേരെ എടുക്കുന്നുണ്ട്, അവനെ ഫോളോ ചെയ്യാനാണ് പറയണേ. അപ്പോൾ നമുക്ക് അവൻ്റെ ബാക്കിൽ മെല്ലെ പോകാം. അപ്പോൾ എന്നോട് കുറച്ച് പിള്ളേർ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് വെർഷൻ സാൻ ആൻഡ്രിയാസാണ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ കളിക്കുന്നതെന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഒരു GTA സാൻ ആൻഡ്രിയാസിൻ്റെ ഒരു വെർഷനാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് വേണം, എന്നാൽ മാത്രമാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഈ ഗെയിമിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല അൾട്രാ ഗ്രാഫിക്സാണ്. എനിക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് ഭയങ്കര ഇഷ്ടമായി. മറ്റേ നോർമൽ GTA സാൻ ആൻഡ്രിയാസ് നമ്മൾ APK ഫയലായാലും മറ്റേ നമ്മുടെ ആപ്പ് സ്റ്റോർ ഫയലായാലും എനിക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നല്ല ഗംഭീര ഗ്രാഫിക്സ്, ഒന്നുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഡിഫീറ്റ് ചെയ്തു, ഒരു 4th പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ടഫാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മെഷീൻ. കാരണം അവരുടെ കയ്യിലുള്ള നല്ല അടിപൊളി എന്താ പറയുക, ഗാരേജിലൊക്കെ കയറ്റി ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത കാറുകളാണ്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോക്ക് വണ്ടി വേറെ അടുത്തുണ്ടെന്ന് സ്റ്റീൽ ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മെഷീൻ ഡിഫീറ്റ് ചെയ്യണം, അവരെ നമുക്ക് വിൻ ചെയ്യണം, നമ്മൾ ഡിഫീറ്റ് ആകാൻ പാടില്ല. ഓക്കെ, നല്ല ഇതിൻ്റെ ഈ ഒരു വെർഷൻ്റെ കൺട്രോളിങ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഡ്രൈവിംഗ് കൺട്രോളിങ് എനിക്ക് ഒട്ടും ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ സാധാ വെർഷൻ്റെ ഒക്കെ കൺട്രോളിങ് അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ എന്തോ ഒരു ലാഗ് പോലെ, ഒരു കംഫർട്ടില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ പോയിട്ട് അതുകൊണ്ട് സ്കിഡ് ചെയ്ത് നിർത്താം. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, സീസണിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണുന്നവരെ ബൈ.